അസ്സലാം. മലൈക്കോട്ടെ വാലിബന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് വൈകുന്നേരം 7:30-ക്ക് റിലീസ് ചെയ്യുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും കാത്തിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. നേരത്തെ കിട്ടിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് 18-ാം തീയതി ഉണ്ടാകുമായിരുന്നു. അതായത് അതിൻ്റെ സമയം അറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ സമയം പുറത്തു വന്നിരിക്കുന്നു. വൈകുന്നേരം 7:30-ക്കാണ്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. മലൈക്കോട്ടെ വാലിബന്റെ ഗംഭീരമായിട്ടുള്ള കാര്യപരിപാടികൾ ഇന്ന് കൊച്ചിയിൽ അരങ്ങേറുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. വൈകുന്നേരം മറ്റ് ഗംഭീര പരിപാടികളുമായിട്ട് ബോൾഗാട്ടി പാലസിൽ തകർക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ സിനിമയുടെ ട്രെയിലറും റിലീസാകാൻ പോകുന്നു. എന്താണേലും ഇവിടെ വലിയ രീതിയിൽ തന്നെ വരുന്ന സിനിമയാണ്. ഇന്ന് പ്രസ് മീറ്റിൽ മോഹൻലാൽ പറഞ്ഞതും അതുതന്നെയാണ്. LJPയും ഒക്കെ ആയിട്ടുള്ള ആ ഒരു പ്രസ് മീറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഇതൊരു വമ്പൻ സിനിമ തന്നെയാണ് എന്നുള്ളതാണ്. മലയാളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ എല്ലാം ഉണ്ട് ഈ സിനിമയിൽ എന്ന് തന്നെയാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. അതായത് അടി, ഇടി, വെട്ട്, കുത്ത്, പ്രണയം എല്ലാം ഇതിനകത്തിൽ ഉണ്ട്, വിരഹം എല്ലാം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതായത് സമ്പൂർണ്ണമായി ഇന്ത്യക്കാരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഗംഭീരമായിട്ടുള്ള ഹൈപ്പ് വേണ്ട സിനിമയാണ്. അതിനുള്ള ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വമ്പൻ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന ഒരു സിനിമയാണ്. ഈ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് സാറ്റിസ്ഫാക്ഷനുള്ള സിനിമയാണ്. അതുപോലെ തന്നെ അവർക്ക് നല്ല ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ആത്മവിശ്വാസവുമുള്ള സിനിമ തന്നെയാണ്. അത് തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഇനി കാണപ്പോകുന്നത് നിജം എന്ന് തന്നെ പറയാം. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കരുത്തനായ സിനിമ തന്നെയാണ് ഇവിടെ ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും കൊടൂരമായ ഹൈപ്പിൽ നിൽക്കുന്ന സിനിമ. ഇവിടെ കേരളത്തിൽ പ്രൊമോഷന് ചെറിയ ഒരു ഇടിവുണ്ടായിരുന്നു എന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നുമല്ല. ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും അമ്മാതിരി വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ അധികം സമയം കിട്ടിയില്ല. പക്ഷേ ഒരാഴ്ച കൂടി ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പോൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ഒരു ദിവസം തന്നെ മതി ഈ സിനിമ ആളിക്കത്തിക്കാൻ എന്നുള്ളത്. പ്രസ് മീറ്റ് അതിനൊരു തുടക്കമായിരുന്നെങ്കിൽ വൈകുന്നേരം ബോൾഗാട്ടി പാലസിൽ വെച്ച് നടക്കുന്ന ഇവൻ്റ് അതിനു മുകളിലുള്ള ഒരു സംഭവം തന്നെയായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളില്ല. ഒപ്പം ട്രെയിലർ കൂടി ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ഇനി എന്താണ് വേണ്ടതെന്ന് ആരാധകരോടും പ്രേക്ഷകരോടും ചോദിക്കുകയാണ്. അതെ, ഈ ഒരു സിനിമ ഇതുവരെ കണ്ടതിൽ നിന്ന് ഏറെ വ്യത്യാസം തന്നെയായിരിക്കാം. പ്രത്യേകിച്ച് മുൻധാരണകളൊന്നും ഇല്ലാത്ത ലെവലിൽ വന്ന് സിനിമ കണ്ടാൽ അത് ആ റേഞ്ചിൽ നിൽക്കുന്ന സിനിമ തന്നെയായിരിക്കും. അവകാശവാദങ്ങളില്ലാതെ തന്നെ വരുന്ന സിനിമയാണ്. കാലദേശ ഭാഷ വ്യത്യാസം ഇല്ലാത്ത ഒരു സിനിമ. എന്ന് നടന്നു, എപ്പോൾ നടന്നു, എന്തിനു നടന്നു, അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഒരു കഥ കേൾക്കുന്ന, അല്ലെങ്കിൽ ഒരു കഥ വിഷ്വലൈസ് ചെയ്യുന്ന പോലെയുള്ള ഒരു സിനിമ. പക്ഷേ ഇവിടെ ഞെട്ടിക്കുകയാണ് ഈ ഒരു സിനിമ. LJPയും മോഹൻലാലും ഒരുമിക്കുമ്പോൾ നമുക്കൊന്നേ പ്രതീക്ഷിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഉറപ്പാക്കാനുള്ളൂ, ഇത് മലയാള സിനിമയിലെ അടുത്ത ഇൻഡസ്ട്രി ഹിറ്റാണ് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.